അവരിലെ നന്മകൾ, അവരിൽ കാണപ്പെടുന്ന ഗുണഗണങ്ങൾ എണ്ണുന്നതും അത് പറയുന്നതും അത് അനുസ്മരിക്കുന്നതും വർജ്യമായി കണ്ടിരുന്നില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും. ബദർ യുദ്ധം തുടങ്ങുമ്പോൾ, ബദർ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അലിയെ വിളിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് ഹംസയോട് വരാൻ പറയാണ്, യാ അലി ഉദൂലി ഹംസ, ഹംസനെ വിളിക്കാൻ പറയാണ്. അപ്പം ഹംസനെ വിളിച്ച് അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ ചൂണ്ടിയിട്ട് പറയാണ്, മൻ സാഹിബുൽ ജമൽ അൽ അഹ്മർ, ആ ചുവന്ന ഒട്ടകത്തിൻ്റെ വക്താവ് ആരാണ്? വിട്ടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തെ കാണുന്ന ഒരാളെ കാണുകയാണ്, ശത്രുപക്ഷത്ത്, അബൂ ജഹലിൻ്റെ പക്ഷത്ത്. അപ്പോൾ ഹംസ നോക്കിയിട്ട് പറയാൻ, റസൂലെ അത് ഉത്ബ ഇബ്നു റബീഅയാണ്, ഉത്ബ ഇബ്നു റബീഅയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇൻ യകും ഫി അഹദിൻ മിനൽ ഖൗമി ഖൈറുൻ ഫഇൻദ സാഹിബിൽ ജമലിൽ അഹ്മർ, ആ മുശ്രിക്കിൻ്റെ പടയിൽ ആരുടെ അടുക്കലെങ്കിലും വല്ല നന്മയുമുണ്ട് എങ്കിൽ അത് ഇൻദ സാഹിബിൽ ജമലിൽ അഹ്മർ, ആ ചുവന്ന ഒട്ടകത്തിൻ്റെ വക്താവിൻ്റെ അടുക്കലാണ്. ഉത്ബ ഇബ്നു റബീഅയെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ട് പറയണേ, ഇൻ തസ്മഊഹു യർഷുദു, ഉത്ബയെ ആ സൈനികർ കേൾക്കുകയാണ് എങ്കിൽ അവർ തൻ്റെടികളായി, വിവേകത്തിൻ്റെ വക്താക്കളായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നീട് ചരിത്രം നമ്മളോട് പറയുന്നത്. ഉത്ബ ഇബ്നു റബീഅ അബൂജഹലിനോടും കൂട്ടരോട് പറയുന്നുണ്ട്, നമ്മളൊരിക്കലും ഒരു ഏറ്റുമുട്ടലിന് നിൽക്കണ്ട മുഹമ്മദിനോടും കൂട്ടരോടും സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് മടങ്ങാം, അതാണ് വിവേകം എന്നൊക്കെ ഉത്ബ ഇബ്നു റബീഅ പറയുന്നുണ്ട്. പക്ഷേ അബൂജഹൽ ഇത് കേട്ടപ്പോൾ, ഉത്ബ നീ അല്ലാത്തവരാണ് ഇത് പറഞ്ഞിരുന്നത് എങ്കിൽ അവൻ്റെ തല ഞാൻ ചതക്കുമായിരുന്നു, ഉത്ബ നിന്റെ കൽബ് ഭീതിയാൽ നിറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അബൂജഹൽ ഉത്ബയെ ആക്ഷേപിക്കുകയും ആളുകൾക്കിടയിൽ മോശമാക്കി ചിത്രീകരിക്കുകയും ചെയ്തു. അതോടുകൂടി ഉത്ബ ഇബ്നു റബീഅയുടെ ഫഖർ, അഭിമാനരോഷം അത് ഉയരുകയും, ഞാനല്ല ഭീരു, നീയാണ് ഭീരു, ആരാണ് ഭീരു എന്നുള്ളത് ഇവിടെ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ തൻ്റെ ധീരത തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഉത്ബ ഇബ്നു റബീഅ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ ദൊന്ന യുദ്ധത്തിന് വെല്ലുവിളിച്ചത്. അങ്ങനെയാണ് പിന്നെ ദൊന്ന യുദ്ധം ഉണ്ടാകുന്നത്. ദൊന്ന യുദ്ധത്തിൽ ഉത്ബയും ഷൈബയും വലീദും അവരാണ് ശത്രുപക്ഷത്തു നിന്ന് ദൊന്ന യുദ്ധത്തിന് ഇറങ്ങിയത്. എന്നിട്ട് മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചത്. ഈ ഉത്ബ ഉബൈദയോടും ഷൈബ ഹംസയോടും വലീദ് അലിയോടും ദൊന്ന യുദ്ധം നടത്തി ബദറിൽ. മനസ്സിലായി? ഉത്ബ കൊല്ലപ്പെട്ടു, ഉബൈദ ഉത്ബയെ വധിക്കേണ്ടായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ പറഞ്ഞത്, ആ കൂട്ടരിൽ വല്ലവരുടെ പക്കലും ഖൈറുണ്ട് എങ്കിൽ അത് സാഹിബുൽ ജമൽ അൽ അഹ്മർ, ചുവന്ന ഒട്ടകത്തിൻ്റെ വാക്താവിൻ്റെ അടുക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശംസിച്ച് പറഞ്ഞില്ലേ? അത് അയാളുള്ള ഒരു നന്മയുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിച്ച് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ശിക്ഷണം അത് സഹാബികളിലും തെളിഞ്ഞിരുന്നു. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അതിൽ അൽ മുസ്തൗരിദ് ഇബ്നു ഷദ്ദാദ് എന്ന് പറയുന്ന സഹാബി ഒരു ഹദീസ് പറഞ്ഞു വരിക, തഖൂമു സ്സാഅ വറൂമു അക്സർ, ഇതാണ് ഹദീസ്. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ റോമാക്കാർ ആൾബലം കൂടിയവരായിരിക്കും, കൂടുതൽ റോമാക്കാരായിരിക്കും അന്ത്യനാൾ സംഭവിക്കുന്ന സമയം എന്നതാണ് ഹദീസിൻ്റെ ആശയം. തഖൂമു സ്സാഅത്തു വറൂമു അക്സർ എന്നുള്ള ഹദീസ് അൽ മുസ്തൗരിദ് ഇബ്നു ഷദ്ദാദ് പറഞ്ഞപ്പോൾ ഇത് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു കേട്ടു. അപ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അബ്സിർ മാ തഖൂൽ, മുസ്തൗരിദ് നിങ്ങൾ പറയുന്നതിനെ കുറിച്ചൊരു ഉറപ്പ് വേണം, ആലോചിച്ച് പറയണം. അപ്പോൾ മുസ്തൗരിദ് ഇബ്നു ഷദ്ദാദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ത്യനാൾ സംഭവിക്കുന്ന സമയം റോമാക്കാരായിരിക്കും ആൾബലം കൂടുതലുള്ള ജനവിഭാഗം. അപ്പോൾ അംർ ബിൻ ആസ് പറയുകയാണ്, ലഇൻ ഖുൽത മാ തഖൂൽ ഫഇന്ന ഫീഹിം ലഖിസാലൻ അർബഅൻ, എന്തുകൊണ്ട് റോമക്കാർ ആൾബലം കൂടും? അതിൻ്റെ കാരണം അംർ ബിൻ ആസ് പിന്നെ മുസ്തൗരിദിനോട് പറയാണ്, അതെന്താ? ഇന്ന ഫീഹിം ലഖിസാലൻ അർബഅൻ, റോമക്കാരിൽ 4 സ്വഭാവങ്ങളുണ്ട്, 4 സ്വഭാവം, അതിനാലാണ് അവർ ആൾബലം കൂടുന്നത് എന്ന് അംർ ബിൻ ആസ് പറഞ്ഞു.
എന്താ ആ 4 കാര്യങ്ങൾ? അദ്ദേഹം പറയുകയാണ്, ഇന്നഹും ലഅഹ്ലമുൻ നാസ് ഇൻദ ഫിത്ന വഅസ്റഉഹും ഇഫാഖതൻ ഇൻദ ബഅദ മുസീബ വഔശകുഹും കറതൻ ബഅദ ഫറ വഅൻഫഉഹും ലിമസാകീനിഹിം വദുഅഫാഇഹിം വഖാമിസത്തുൻ ഹസനത്തുൻ ജമീല ഇന്നഹും ലഅംനഉൻ നാസ് മിൻ ദുൽമിൽ മുലൂക്. ഇതാണ് അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? റോമാക്കാരെ കുറിച്ചിട്ടുള്ള അവരുടെ പ്രത്യേകതകൾ, അവരുടെ ചില മഹത്വങ്ങൾ, ഇതാണ് അംർ ഇബ്നുൽ ആസ് എണ്ണുന്നത്. അതെന്താ? എന്തുകൊണ്ട് റോമാക്കാർ അവരുടെ ആൾബലം കൂടും? അതിൻ്റെ കാരണം ഒന്ന്, ഇന്നഹും ലഅഹ്ലമുൻ നാസ് ഇൻദ ഫിത്ന. കുഴപ്പങ്ങൾ, ഫിത്നകൾ തലപൊക്കുമ്പോൾ അവർ തൻ്റേടികളായിരിക്കും. എങ്ങനെ ഈ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാം, അതിനെക്കുറിച്ച് ബുദ്ധിയും തലച്ചോറും പ്രയോഗിക്കുന്നവരായിരിക്കും റോമക്കാർ. രണ്ടാമത്തേത്, വഅസ്റഉഹും ഇഫാഖതൻ ബഅദ മുസീബ. ഒരു മുസീബത്തേറ്റാൽ, ദുരന്തമേറ്റാൽ അതിൽ നിന്ന് എങ്ങനെ അതിനെ ചികിത്സിച്ച് മറുകര പറ്റണം, അതിനെക്കുറിച്ച് പെട്ടെന്ന് ബോധോദയമുള്ളവരായിരിക്കും റോമാക്കാർ. മൂന്നാമത്തേത്, വഔശകുഹും കറതൻ ബഅദ ഫറ. ഒരു യുദ്ധത്തിൽ ഒരു തോൽവി ഉണ്ടായാൽ പെട്ടെന്നൊരു യുദ്ധം നയിച്ചത് ആ തോൽവിയെ ജയിക്കാൻ ധൃതി കാണിക്കുന്ന വിഭാഗമായിരിക്കും അവർ. പരാജയത്തിനപ്പുറം ജയം കിട്ടാൻ ഒരു യുദ്ധം അത് നയിക്കുന്നവരായിരിക്കും ഈ റോമക്കാർ. നാലാമത്തേത്, ഇന്നഹും അൻഫഉൻ നാസ് ലിമസാകീനിഹിം വദുഅഫാഇഹിം. അവരിലെ അശരണർക്കും അഗതികൾക്കും സാധുക്കൾക്കും ദുർബലർക്കും ഏറ്റവും ഉപകാരപ്രദമായി വർത്തിക്കുന്നവരായിരിക്കും റോമക്കാർ. എന്നിട്ട് അംർ റളിയല്ലാഹു അൻഹു പിന്നെ 5ാമത് ഒന്നുകൂടി അദ്ദേഹം പറയുകയാണ്, വഖാമിസത്തുൻ ഹസനത്തുൻ ജമീല. ഇനി 5ാമതൊരു കാര്യമുണ്ട്, അത് ഹസനത്തുൻ ജമീല, സുന്ദരമാണ്, വളരെ നല്ലതാണ്. എന്താണത്? ഇന്നഹും ലഅംനഉൻ നാസ് മിൻ ദുൽമിൽ മുലൂക്. അവരുടെ രാജാക്കന്മാർ പ്രജകളെ ഉപദ്രവിക്കുകയില്ല. അവരിലെ രാജാക്കന്മാർ അവരിലെ പ്രജകളെ ദ്രോഹിക്കുകയില്ല. ഇതും അംർ റളിയല്ലാഹു തആല അൻഹു റോമാക്കാരുടെ വിഷയത്തിൽ പറയുകയുണ്ടായി. അതുകൊണ്ടാണ് അവർ അന്ത്യനാളാകുമ്പോൾ ആൾബലം കൂടിയവരാകുന്നത് എന്നാണ് അംർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് റോമാക്കാരുടെ വിഷയത്തിൽ. ഇവിടെ ഈ ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ അവിശ്വാസികളായ ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് അംർ പറയുന്നത്. അത് അവരിലുള്ള അവരുടെ ചില പ്രത്യേകതകളെ, മഹത്വങ്ങളെ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണ് ഞാൻ പറഞ്ഞത്? അതേപോലെ ഇതുപോലത്തെ ചില ചരിത്രങ്ങൾ എന്തിനാണ് നമ്മൾ അനുസ്മരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലബീദ് ഇബ്നു റബീഅ അൽ ആമിരി എന്ന് പറയുന്ന കവിയെക്കുറിച്ച്, അയാൾ ഇസ്ലാമിന് മുമ്പ് അയാളുടെ കവിതയെക്കുറിച്ച് പറഞ്ഞു. ഒരു കവി പാടിയതിൽ ഏറ്റവും സത്യസന്ധമായ കവിത അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. ഈ കവിതയാണെന്ന് പറഞ്ഞു. അതിൽ ഈ ആദ്യ ഭാഗം, അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു, അള്ളാഹു ഒഴികെയുള്ളതെല്ലാം ബാത്തിലാണ്. ഇത് ജാഹിലിയത്തിൽ അവിശ്വാസ കാലയളവിൽ ലബീദ് പാടിയ കവിതയാണ്. ലബീദ് ഒരു കവിയാണ്, ജാഹിലി കവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കവിതയിൽ അയാളെ പ്രശംസിച്ചു. പറയുമ്പോൾ അയാൾ അവിശ്വാസിയാണ്. പ്രശംസനീയമായൊരു കാര്യം അയാൾ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പ്രശംസിച്ചു. അതൊരിക്കലും എന്തല്ല, അത് നമ്മുടെ ആദർശത്തിനെതിരല്ല, നമ്മളുടെ ദീനിനെതിരല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. അത് പറയാൻ കാരണം എന്താ? ചില ആളുകൾ ഇസ്ലാം അല്ലാത്ത മറ്റു മതക്കാരിൽ നിന്ന് ഇത്തരം സൽചെയ്തികൾ ഉണ്ടായ, നല്ല പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അനുസ്മരിക്കുന്നത്, അത് പറയുന്നത്, ആ വിഷയത്തിൽ അവരെ ശ്ലാഘിക്കുന്നത് പോലും മുസ്ലിമിന് പാടില്ല എന്ന രീതിയിൽ ചില കടുത്ത നിലപാടുകാരാണ്, തീവ്രന്മാരാണ് ചില മുസ്ലിം നാമധാരികൾ. അവർ പലരും ആദർശം പറയുന്നുണ്ട്, മൻഹജിലേക്ക് ചേർക്കപ്പെടുന്നുണ്ട് തങ്ങളെ. പക്ഷേ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു നിലപാടായിരുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്നുള്ളതാണ്.